200 കോടിയും ഒരു 75 കോടിയുമായി ഹിറ്റുകളുടെ രാജാവായി ലാലേട്ടൻ. മമ്മൂക്കയുടെ മരണമാസ് തിരിച്ചുവരവ്. ലേഡി സൂപ്പർ സ്റ്റാറായി കല്യാണി. നസ്ലനും സന്ദീപും കയറി വരുന്നു. ഫഹദിനും പൃഥ്വിക്കും ഗ്രഹണം. പുതിയ കാലം, പുതിയ താരോദയം. 2025 മലയാള സിനിമ ഫ്ലാഷ് ബാക്ക് അറിയാം ഇൻഡെപ്തിലൂടെ. ഒരു ഇൻഡസ്ട്രിയിൽ ഹിറ്റ് കഴിയുമ്പോൾ അടുത്തത്. ഹിറ്റുകൾ തിരമാലകൾ പോലെ ഇരമ്പിയെത്തിയൊരു വർഷമായിരുന്നു മല്ലുവുഡിനെ സംബന്ധിച്ച് 2025. ഒരു മലയാള ചിത്രത്തിന് 300 കോടിയിലേറെ കളക്ഷൻ വരുമെന്നും കേരളം പോലൊരു ചെറിയ വിപണിയിൽ നിന്ന് മാത്രം 100 കോടി നേടുമെന്നും മുൻപ് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് ഗൾഫിലും അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെയായി കേരള ചലച്ചിത്ര വ്യവസായം വിപുലമാവുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ മലയാള സിനിമയുടെ ഐശ്വര്യ വർഷം തന്നെയാണ് 2025. മഞ്ഞുമൽ ബോയ്സിനെ മറികടന്നുകൊണ്ട് 250 കോടിയിലേറെ നേടി. ലാലേട്ടന്റെ എമ്പുരാൻ ഇൻഡസ്ട്രിയിൽ ഹിറ്റാവുമ്പോൾ അതിനെ മറികടക്കാനുള്ളൊരു ചിത്രം ഉടനെ ഉണ്ടാവുമെന്ന് ആരും കരുതിയില്ല. പക്ഷേ തുടർന്ന് വന്ന ലാലേട്ടൻ ചിത്രം തുടരും 237 കോടി നേടി തൊട്ടടുത്തെത്തി. അതിനുശേഷം സൂപ്പർ താരമില്ലാതെ നസ്ലനെയും കല്യാണി പ്രിയദർശനെയും വെച്ചെടുത്ത ലോക 300 കോടി കടന്നു. മലയാള ഫിലിം ഇൻഡസ്ട്രി വിജയം കണ്ട് ഞെട്ടിയ വർഷമാണ് കടന്നു പോകുന്നത്. മൊഴിമാറ്റ ചിത്രങ്ങളടക്കം മൊത്തം 210 ചിത്രങ്ങൾ ഇറങ്ങി 2025 മുടക്കുമുതൽ തിരിച്ചുപിടിച്ചത് 30 ചിത്രങ്ങൾ മാത്രം. ബാക്കി 180 ചിത്രങ്ങളും സാമ്പത്തികമായി പരാജയം. ഇതിൽ 150ഓളം ചിത്രങ്ങൾ ഒരാഴ്ച പോലും തിയേറ്ററിൽ പിടിച്ചുപോലും നിന്നില്ല. 2025 ഏറ്റവും കളക്ഷൻ നേടിയ 10 മലയാള സിനിമകളിൽ ലോകയാണ് മുൻപിൽ. 303.2 കോടി. എമ്പുരാനുണ്ട് തൊട്ടുപിറകിൽ 268 കോടി. തുടരും 237 കോടി. ഡിയസിറെ 82 കോടി. കളങ്കാവൽ 78 കോടി നിലവിൽ പ്രദർശനം തുടരുന്നു. ഹൃദയപൂർവ്വം 76 കോടി. ആലപ്പുഴ ജിംഖാന 70 കോടി. രേഖാചിത്രം 58 കോടി. ഓഫീസർ ഓൺ ഡ്യൂട്ടി 54 കോടി. എക്കോ 46 കോടി എന്നിങ്ങനെയാണ് വിവിധ ട്രാക്കർമാരുടെ കണക്കുകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ ലിസ്റ്റ്. ഈ വർഷം നായകനായ 3 ചിത്രങ്ങൾ രണ്ടും 200 കോടിക്ക് മുകളിലെത്തി. ഒന്ന് 75 കോടി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മലയാളം ബോക്സ് ഓഫീസിനെ ഒറ്റയ്ക്ക് താങ്ങുകയാണ് ഈ 65-ാം വയസ്സിൽ നമ്മുടെ മോഹൻലാൽ. ലാലേട്ടനെ സംബന്ധിച്ച് ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നുപോയ കാലമായിരുന്നു 2024. മലൈക്കോട്ടെ വാലിബൻ മലങ്കൽ ടൈപ്പ് പോയതും സാക്ഷാൽ മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ബറോസ് ഫ്ലോപ്പ് ആയതുമൊക്കെ അദ്ദേഹത്തിന്റെ കട്ട ഫാൻസിന്റെ പോലും രോഷമുയർത്തി. ഫീനിക്സ് പക്ഷിയെ പോലെ പക്ഷേ ഉയർന്നെഴുന്നേറ്റു. 2025 തിരമലയാള വിപണിയെ ലാലേട്ടൻ തൂക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. എമ്പുരാൻ എന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രം 266 കോടി നേടിക്കൊണ്ട് മലയാളത്തിന്റെ ഏറ്റവും വലിയ ഹിറ്റായി മാറി. പക്ഷേ ഇത് ചിത്രത്തിന്റെ കലാപരമായ മികവ് കൊണ്ടായിരുന്നില്ല. സംഘപരിവാർ ബഹിഷ്കരണവും സെൻസറിങ്ങും അടക്കമുള്ള വിവാദ കോലാഹലങ്ങൾ ചിത്രത്തിന് തുണയായി. UK, കാനഡ, ഗൾഫിലുമൊക്കെ ചിത്രത്തിന് വലിയ കളക്ഷൻ വന്നു. മലയാള സിനിമയുടെ വിപണി വലുതായി എന്ന് എമ്പുരാൻ കൃത്യമായി കാണിച്ചു തന്നു. ഇന്ത്യക്ക് പുറത്തുനിന്ന് 100 കോടി നേടുന്ന ആദ്യ ചിത്രമായി ഇത് മാറി. അതുപോലെ ടിക്കറ്റ് വിൽപ്പനയിൽ അടക്കം ചിത്രം ഗ്ലോബൽ ട്രെൻഡിങ്ങിൽ വന്നു. മലയാള സിനിമയുടെ വിപണി ഈ ചിത്രം വഴി വികസിപ്പിച്ചുവെന്ന് നിസ്സംശയം പറയാം. പക്ഷേ യഥാർത്ഥ ലാലിസം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതായിരുന്നു യുവ സംവിധായകൻ തരുൺ മൂർത്തി തുടരും എന്ന സിനിമയിലൂടെ കാണിച്ചത്. മോഹൻലാൽ ശോഭന എന്ന എവർഗ്രീൻ കോംബോയിലൂടെ നൊസ്റ്റു ഉണർത്തിയ ചിത്രം 235 കോടി നേടി തരംഗം. ഈ 2 ലാൽ ചിത്രങ്ങൾ ലാഭം കൊണ്ട് മാത്രം കടങ്ങൾ വെട്ടിയെന്ന് പരസ്യമായി പറഞ്ഞ തിയേറ്റർ ഉടമകൾ എത്രയോ ഉണ്ട്. ഒരു വിവാഹത്തിന്റെ മേമ്പൊടി ഇല്ലാതെയാണ് ചിത്രം തിയേറ്റർ നിറച്ചത്. ഏറെക്കാലത്തിനു ശേഷം നടന്ന വിസ്മയത്തിന്റെ ഫുൾ പാക്ഡ് ചിത്രം കണ്ട് പ്രേക്ഷകർ ആറാടി. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക് എന്നീ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ യുവ സംവിധായകൻ തരുൺ മൂർത്തി പഴയ ലാലേട്ടനെ തിരിച്ചു തന്നുവെന്ന് പ്രേക്ഷകർ പറഞ്ഞു. അതുപോലെ നായകന് കട്ടയ്ക്ക് കട്ട നിൽക്കുന്ന വില്ലനായ പോലീസുകാരനായ പ്രകാശ് വർമ്മയെയും ആളുകൾ സ്വീകരിച്ചു. ജനപ്രിയ സിനിമയുണ്ടാക്കാൻ 100 ഹെലികോപ്റ്ററും കോടികളുടെ ബജറ്റുമൊന്നും വേണ്ട, നല്ല കഥയും മേക്കിങ്ങും മതിയെന്ന് ചിത്രം തെളിയിച്ചു. ഈ സിനിമാ വർഷത്തിലെ മാൻ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് ഡയറക്ടർ തരുൺ മൂർത്തിയാണ്. അതിനുശേഷമാണ് സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ലാൽ ചിത്രം ഹൃദയപൂർവ്വം വരുന്നത്. തിരക്കഥയിലടക്കം ഒരുപാട് ഫോൾട്ടുകളുള്ള ചിത്രമായിട്ട് കൂടി ബോക്സ് ഓഫീസിൽ നേടിയത് 75 കോടിയാണ്. ലാൽ എന്ന താരത്തിന്റെ ഞെട്ടിക്കുന്ന വിപണി മൂല്യം വ്യക്തമാക്കുന്ന ചിത്രം. പക്ഷേ ഈ വർഷാവസാനം ഇറങ്ങിയ ദിലീപിന്റെ ഭാ ഭാ ബ എന്ന സിനിമയിലെ എക്സ്റ്റൻഡഡ് ക്യാമിയോ വേഷം അനാവശ്യമായി പോയി എന്ന് നിരൂപകർ വിലയിരുത്തുന്നു. ഇത് ഒഴിച്ചു നിർത്തിയാൽ ഈ വർഷം ലാലേട്ടന്റെ വർഷം തന്നെ. മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് 74 വയസ്സായി. പക്ഷേ മരണമാസമായി തിരിച്ചു വന്ന വർഷമാണിത്. നേരത്തെ അസുഖം വന്ന അദ്ദേഹം അസുഖകാലം കുറച്ചുകാലം ചലച്ചിത്ര മേഖലയിൽ നിന്ന് വിട്ടുനിന്നത് വലിയ ആശങ്കകൾ ഉണ്ടാക്കി. എന്നാൽ അതിജീവിച്ച് ചലച്ചിത്രരംഭടൻ വീണ്ടും ഹിറ്റുണ്ടാക്കി. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവലിൽ സൈനൈഡ് മോഹനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സൈക്കോ കില്ലറിന്റെ വേഷം ചെയ്തു. മമ്മൂട്ടി ഇമേജിന്റെ യാതൊരു ഭാരവും നോക്കാതെ ചെയ്തിരുന്നത് വേഷം വില്ലൻ, എന്നാൽ പക്കാ വില്ലൻ എന്ന രീതിയിലേക്ക് അനായാസനെ കൊണ്ടുപോകാൻ സാധിച്ചു. ചിത്രത്തിൽ നായകൻ ശരിക്കും വിനായകനാണ്. 8 മാസത്തിന് ശേഷം എത്തുന്ന മമ്മൂട്ടി ചിത്രം എന്ന നിലയിൽ വലിയ പ്രതീക്ഷയിൽ പ്രേക്ഷകർ ഒന്നടങ്കം കളങ്കാവൽ എന്ന ചിത്രത്തെ നോക്കിക്കണ്ടു. ഡിസംബർ 5-ന് തിയേറ്ററിലെത്തിയ ചിത്രത്തിന് ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 15.7 കോടി രൂപ നേടാൻ സാധിച്ചു. ഇപ്പോൾ 77 കോടിയിലധികം നേടി ചിത്രം പ്രദർശനം തുടരുന്നു.
മമ്മൂട്ടിയുടെ ആദ്യ 100 കോടി ചിത്രമായി ഇത് മാറുമെന്ന് പ്രതീക്ഷയുണ്ട്. മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിച്ച ചിത്രത്തെ ആരാധകർ അത്ഭുതത്തോടെ കണ്ടു. മമ്മൂട്ടി എന്ന മഹാനടനെ ആധുനിക കാലത്തിനൊപ്പിച്ച് റീലോഞ്ച് ചെയ്തിരിക്കുകയാണ് ചിത്രമെന്ന് വേണമെങ്കിൽ പറയാം. മലയാള സിനിമയിൽ സംഭവിക്കുന്ന ഭാവുകത്വപരമായ പരിണാമങ്ങളുടെ ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാണ് ഈ ചിത്രം. ഭ്രമയുഗത്തിന് ശേഷം വീണ്ടും മമ്മൂട്ടി പക്കാ പ്രതിനായക വേഷത്തിലെത്തുകയാണ്. പഴയ കാലമാണെങ്കിൽ ഈ സിനിമയിൽ വിനായകൻ ചെയ്ത പോലീസ് ഓഫീസറുടെ റോളിലായിരിക്കും മമ്മൂട്ടി. പക്കാ വില്ലനെ ലീഡ് റോളിൽ ചെയ്യാൻ മമ്മൂട്ടി ഫാൻസ് തിയേറ്റർ തല്ലിത്തകർത്തേനെ. കാമം കത്തുന്ന നോട്ടത്തിലൂടെ ഇരകളുടെ മണം പിടിച്ച് പല്ലുകടിച്ച് സിഗരറ്റ് തുപ്പി ആസ്വദിക്കുന്ന ഭാവത്തിലൂടെ മമ്മൂട്ടി അരങ്ങ് തകർത്തു. 2025 ഇറങ്ങിയ മറ്റു 2 മമ്മൂട്ടി ചിത്രങ്ങൾ വിജയിച്ചില്ല. ഗൗതം മേനോനെ പോലെ അതിഗംഭീരനായ ഒരാൾ സിനിമയെടുത്ത ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രം മമ്മൂട്ടിയെ വെച്ചെടുക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. പക്ഷേ ആവറേജിനപ്പുറം ഒന്നുമായില്ല. 20.50 കോടിയാണ് ചിത്രത്തിന് കിട്ടിയ കളക്ഷൻ. അതുപോലെ ഏറെ കൊട്ടിഘോഷിച്ചു വന്ന പ്രശസ്ത തിരക്കഥാകൃത്ത് കല്ലൂർ ഡെനീസിന്റെ മകൻ ഡിനോ ഡെനീസ് കഥയെഴുതി സംവിധാനം ചെയ്ത ബസൂക്ക എന്ന ചിത്രവും ബോക്സ് ഓഫീസിൽ ക്ലച്ച് പിടിച്ചില്ല. കട്ട മമ്മൂട്ടി ഫാൻസിന് മാത്രമാണ് ചിത്രം പിടിച്ചത്. എന്നാലും ഇനീഷ്യൽ കളക്ഷന്റെ ബലത്തിൽ ഫ്ലോപ്പ് ആവുന്ന ചിത്രം പിടിച്ചു നിന്നു. 28 കോടിയോളം ചിത്രം നേടി. അതിനുശേഷം മമ്മൂട്ടി അസുഖബാധിതനായി ഒരു ഇടവേള എടുത്തു. ഇപ്പോഴിതാ കളങ്കാവലിലൂടെ തിരിച്ചു വന്നു. ഒരു ലേഡി സൂപ്പർ സ്റ്റാറിന്റെ താരോദയത്തിനും 2025 സാക്ഷിയായി. വൈഡൂര്യ കണ്ണുകളും വജ്രം തിളങ്ങുന്ന നോട്ടവുമുള്ള ഒരു സുന്ദരി. ഒരേ സമയത്ത് പ്രണയവും പേടിയും തോന്നുന്ന സൗന്ദര്യധാമം. യക്ഷിയായി മലയാളത്തിലെത്തി ബോക്സ് ഓഫീസുകൾ തൂക്കി 300 കോടി നേടി മലയാളത്തിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറിയ കല്യാണി പ്രിയദർശൻ അഭിനയിച്ച ലോക ചാപ്റ്റർ 1 ചന്ദ്ര. മലയാളത്തിന്റെ ആഞ്ചലിന ജോളി എന്നാണ് ലോകയ്ക്ക് ശേഷം അവർ വിശേഷിപ്പിക്കപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യ സൂപ്പർ വുമൺ സിനിമയിലൂടെ അവർ ലേഡി സൂപ്പർ സ്റ്റാറായി. അതിസുന്ദരമായ മേക്ക് ചെയ്തെടുത്ത എഴുത്തുകാരനും സംവിധായകനുമായ ഡൊമിനിക് അരുണനും 2025 താരമാണ്. എയും മോഡേൺ ഗ്രാഫിക്സും അടക്കമുള്ള സാങ്കേതിക വിദ്യകൾക്ക് നന്ദി പറയണം. കൊച്ചിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ലോസ് ആഞ്ചൽസിലെ സെറ്റപ്പിൽ പടമെടുക്കാൻ കഴിയും. അതിന് തലയ്ക്കകത്ത് ആൾതാമസം മാത്രം മതിയെന്ന് ഈ പടം തെളിയിക്കുന്നു. ഡയറക്ടറുടെ ബ്രില്യൻസ് കാണിക്കുന്ന നിരവധി ചിത്രങ്ങൾ ചിത്രത്തിലുണ്ട്. നീലിയുടെ ഭൂതകാലം കാണിക്കുന്ന ഗ്രാഫിക്കൽ ഷോട്ടുകൾ തന്നെ ഉദാഹരണം. കുഞ്ഞു നീലിയുടെ ഫൈറ്റൊക്കെ ഒരു സാധാ പെൺകുട്ടി നീലിയായി മാറുമ്പോഴുള്ള ഊർജ്ജം കാണേണ്ടത് തന്നെയാണ്. അതുപോലെ ചന്ദ്രനിലേക്ക് പറന്നു വരുന്ന ചന്ദ്രയുടെ ഒരു ഷോട്ട് ഉണ്ട്, ക്ലാസിക് ആണത്. മോളിവുഡിന്റെ മാർവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമാണത്. മിത്തും യാഥാർത്ഥ്യവും ടെക്നോളജിയും എല്ലാം കുട്ടിക്കുഴച്ചുണ്ടാക്കിയ ഒരു സിനിമയിലേക്ക് സാധാരണ ബോളിവുഡിൽ നിന്നൊക്കെ നടിമാരെ ഇറക്കുമതി ചെയ്യുന്നതാണ് പതിവ്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് മലയാളത്തിലെ നടിമാർക്ക് അത്രയൊന്നും വലിയ വശമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ പടത്തിൽ ഒരു സീൻ ഒഴിച്ച് ബാക്കിയെല്ലാം താൻ ഡ്യൂപ്പില്ലാതെയാണ് ചെയ്തതെന്ന് കല്യാണി പറയുന്നുണ്ട്. നായകന്റെ ബാലായി നടക്കുകയല്ലാതെ വ്യക്തിത്വമുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെ മലയാളത്തിൽ കുറവാണ്. നേരത്തെ മഞ്ജു വാര്യർക്കാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിളിപ്പേര് കിട്ടിയതെങ്കിൽ നിസ്സംശയം ആ ടാഗ്ലൈൻ കല്യാണി പ്രിയദർശന് നേടാൻ സാധിച്ചു. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന വനിതാവേഷങ്ങളൊന്നും ഈ വർഷം ഉണ്ടായില്ല. എക്കോയിലെ ബ്ലാത്തിച്ചേടത്തിയായി വന്ന നാഗാലാൻഡ് നടിയാണ് അടുത്തത്. തുടരും സിനിമയിൽ വീണ്ടും എത്തിയെങ്കിലും പഴയ കാലത്തിന്റെ നിഴൽ മാത്രമായിരുന്നു നടി ശോഭന. എമ്പുരാനിലെ മഞ്ജു വാര്യരുടെ വേഷമൊക്കെ സാധാ എന്നതിലപ്പുറം എങ്ങും എത്തിയില്ല. $50 കോടി ക്ലബിൽ കയറിയ 7 ചിത്രങ്ങളാണ് ഈ വർഷം ഉണ്ടായത്. ഡിയസിറെ, കളങ്കാവൽ, ഹൃദയപൂർവ്വം, ആലപ്പുഴ ജിംഖാന, രേഖാചിത്രം, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നിവയാണവ. 46 കോടി നേടിയ എക്കോ ഇപ്പോഴും തിയേറ്ററിലുണ്ട്. ഇതിൽ ഡിയസിറെ പ്രണവ് മോഹൻലാലിന്റെ താരപദവി ഉറപ്പിക്കുന്നതായിരുന്നു. ഇതുവരെ കാണാത്ത അബൻ മല്ലുവേഷത്തിലാണ് താരപുത്രൻ ചിത്രത്തിലെത്തിയത്. 2 വർഷം കൂടുമ്പോൾ ഒരു ചിത്രം ചെയ്യുന്ന രീതിയൊക്കെ വിട്ട് മലകയറ്റത്തിനും യാത്രകൾക്കും അവധി കൊടുത്ത സിനിമയിൽ ശ്രദ്ധിച്ചാൽ പ്രണവ് ശരിക്കും രാജാവിന്റെ മകനാകും. ഖാലിദ് ഉസ്മാൻ ഡയറക്ട് ചെയ്ത നസ്ലൻ നായകനായ ആലപ്പുഴ ജിംഖാന എന്ന കൊച്ചി ചിത്രം മാറിയത് 70.6 കോടിയാണ്. നസ്ലൻ അബ്ദുൽ ഗഫൂർ എന്ന വെറും 24 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ന്യൂജൻ സൂപ്പർ സ്റ്റാർ എന്ന വിളിപ്പേര് വന്നതും അതോടെയാണ്. അതിനുശേഷം വന്ന ബ്ലോക്ക് ബസ്റ്റർ ലോഗിയും നസ്ലിന്റെ പേര് ഉറപ്പിച്ചു. ചില ഭാവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ന്യൂജൻ ലാലട്ടനാണ് ഈ പയ്യനെന്ന് വരെ തോന്നാം. അതുപോലെ നസ്ലന്റെ ലോക ടീമായ ചന്തു, സലിം കുമാറും അരുൺ കുര്യനും ഒക്കെ ഭാവിയുള്ള നടന്മാരാണ്. നാച്ചിയപ്പ എന്ന ഡെവലിഷ് വില്ലനായി അഴിഞ്ഞാടുന്ന ഡാൻസ് മാസ്റ്റർ സാന്റിയുടെ ഖഡോൽക്കജൻ പെർഫോമൻസും മറക്കാൻ കഴിയില്ല. 2020 സൂപ്പർ പ്രതിനായകനാണ് സാന്റി മാസ്റ്റർ. അതുപോലെ ഫ്ലോപ്പുകളിൽ നിന്ന് മോചിതനായി കത്തിക്കയറുന്ന നടനാണ് ആസിഫ് അലി. ആസിഫ് നായകനായ രേഖാചിത്രമായിരുന്നു 2025 ആദ്യ ഹിറ്റ്. നേരത്തെ കിഷ്കിന്ദാകാന്ഡം എന്ന ചിത്രത്തിലെയും പോലെ ഒന്നാന്തരം അഭിനയം കാഴ്ചവെച്ചു. മറ്റൊന്നാണ് പടക്കളത്തിലെ നായകനായ സന്ദീപ് പ്രദീപ്. ഈ പയ്യനും ഭാവിയുള്ള നായകനാണ്. ആലപ്പുഴ ജിംഖാനയിലും ഗംഭീര പ്രതികരണമായിരുന്നു സന്ദീപിന് കിട്ടിയത്. 5 വർഷത്തിനുള്ളിൽ മലയാളത്തിലെ ഏറ്റവും നല്ല പടം എന്ന് പേരെടുത്ത എക്കോ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇതോടെ സന്ദീപും ഒരു ന്യൂജൻ സ്റ്റാറായി മാറി. മരണവാസിലും വ്യസനസമേതം ബന്ധുമിത്രാദികളിലും വിഷമിട്ട റോമാഞ്ചൻ ഫെയിം സിജു സണ്ണിയും ഭാവിയുടെ വാഗ്ദാനം തന്നെ. ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് അടുത്തത്. 54.1 കോടി നേടി. കുഞ്ചാക്കോ ബോബന്റെ ഈ വർഷത്തെ നേട്ടം. എന്നാൽ ഈ വർഷം കണ്ട ഏറ്റവും നല്ല നടൻ ആരാണെന്ന് ചോദിച്ചത് ഷാഫി കബീറിന്റെ റോന്ത് എന്ന ചിത്രത്തിൽ നായകനായ ദിലീഷ് പോത്തൻ തന്നെയാണ്. ന്യൂജൻ ലോഹിതദാസ് എന്ന വിശേഷണത്തിന് ഏറെക്കുറെ അർഹനായ ചലച്ചിത്രകാരനാണ് ഷാഫി കബീർ. ജോസഫ്, നായ ടെനി ഇദ്ദേഹം എഴുതിയ 2 ചിത്രങ്ങൾ മലയാള സിനിമയുടെ കഥാദാരിദ്ര്യം പരിഹരിക്കുന്നതായിരുന്നു.
ക്ലൈമാക്സിലെ കല്ലുകടി ഒഴിവാക്കിയിരുന്നെങ്കിൽ ചിത്രം ഇതിലും എത്രയോ നല്ല പ്രദർശന വിജയം കൊയ്യുമായിരുന്നു. ദിലീഷ് പോത്തൻ എന്ന മലയാള സിനിമയുടെ ഭാവുകത്വം തിരുത്തിയ ന്യൂജൻ സംവിധായകന്റെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളുടെ സിനിമ കൂടിയാണ് പോത്തേട്ടൻ ബ്രില്യൻസ് എന്ന് ആരാധകർ പറയുന്ന സംവിധാനത്തിലെ മികവ് ശരിക്കും ദിലീഷിന്റെ അഭിനയത്തിലും വരുന്നുണ്ട്. ഈ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡിന് കേരളത്തിന്റെ എൻട്രിയാണിത്. ദിലീഷിന്റെ യോഹനൻ എന്ന് നിസ്സംശയം പറയാം. അതുപോലെ 31 കോടി നേടിയ ടൊവിനോയുടെ നരിവേട്ടയും ശ്രദ്ധേയ ചിത്രമാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ ബോക്സ് ഓഫീസ് കുലുക്കാൻ ഈ വർഷം ടൊവിനോയ്ക്ക് കഴിഞ്ഞില്ല. ഐഡന്റിറ്റി എന്ന 12 കോടി മുടക്കിയ ടൊവിനോ ചിത്രത്തിൽ ആകെ 17 കോടി മാത്രമേ ഗ്രോസ് കളക്ഷൻ നേടാനായുള്ളൂ. പക്ഷേ ലോകയിലെയും എമ്പുരാനിലെയും വേഷങ്ങൾ ടൊവിനോയ്ക്ക് ഗുണം ചെയ്തു. അതുപോലെ പോയ വർഷത്തിലെ ഹിറ്റ് മേക്കർ ബേസിൽ ജോസഫിനും 2025 അത്ര നല്ല വർഷമല്ല. 24 കോടി നേടിയ മരണമാസ് എന്ന ചിത്രം ബേസിലിന്റെ വിജയ ചിത്രമാണ്. വലിയ പ്രതീക്ഷ ഉയർത്തിയ പ്രാവിൻകൂട് ഷാപ്പ് ബോക്സ് ഓഫീസിൽ വീണപ്പോൾ നല്ല സിനിമയെന്ന് പേരെടുത്തിട്ടും 17.5 കോടിയുടെ കളക്ഷൻ എന്ന പൊന്മാൻ എന്ന GR ഇന്ദുഗോപന്റെ നോവലിനെ ആധാരമാക്കിയെടുത്ത ചിത്രത്തിൽ നേടാൻ കഴിഞ്ഞുള്ളൂ. നടൻ എന്ന നിലയിൽ പൃഥ്വിരാജ് താഴ്ത്തുപോയ വർഷമായിരുന്നത്. കൊട്ടിഘോഷിച്ചു വന്ന വിലായത്ത് ബുദ്ധ ഫ്ലോപ്പായി. ഇൻഡസ്ട്രിയിൽ ഹിറ്റായ എമ്പുരാന്റെ സംവിധായകൻ എന്ന പദവി മാത്രമാണുള്ളത്. പക്ഷെ അവിടെയും ചിത്രത്തിന്റെ ക്വാളിറ്റിയേക്കാൾ വിവാദമാണ് വിജയത്തിന് സഹായിച്ചതെന്ന വിമർശനം ബാക്കിയാവും. നിവിൻ പോളിക്കും ഈ വർഷം ചിത്രങ്ങൾ ഉണ്ടായില്ല. നിവിന്റെ വെബ് സീരീസ് ഫാർമ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്. അതുപോലെ കാഴ്ചക്കാർക്ക് പടം ഇറങ്ങുകയും അത് പൊട്ടുകയും ചെയ്യുന്നതൊക്കെ പതിവുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ഇപ്പോൾ തുടരുകയാണ്. ആവറേജ് കളക്ഷൻ നേടിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ മാത്രമാണ് ആശ്വാസമായത്. യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ചവറു പോലെ സിനിമ ചെയ്യുന്ന ധ്യാൻ ഇനിയെങ്കിലും മാറ്റിപ്പിടിക്കണം. വിനീത് ശ്രീനിവാസനും ഇത് നല്ല വർഷമല്ല. ഓടും കുതിര ചാടും കുതിര എന്ന ഒറ്റ ചിത്രമാണ് ഫഹദ് ഈ വർഷം ചെയ്തത്. അതും പരാജയപ്പെട്ടു. സുരേഷ് ഗോപിയുടെ വി ജാനകി വേഴ്സസ് ഗവൺമെന്റ് ഒരു കേരള എന്ന ചിത്രവും പേരുമാറ്റ വിവാദത്തിനപ്പുറം ചലനം സൃഷ്ടിച്ചില്ല. ദുൽഖർ സൽമാന് ലോകയുടെ നിർമ്മാതാവ് എന്നതാണ് ഈ വർഷത്തെ മലയാളത്തിലെ നേട്ടം. തമിഴ് ചിത്രം കാന്തൽ ഉഗ്രം പ്രകടനം ദുൽഖർ കാഴ്ചവെച്ചു. നടൻ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നല്ല വർഷമായിരുന്നില്ല 2025. 26.75 കോടി നേടിയ പ്രിൻസ് ആൻഡ് ഫാമിലി ചിത്രം വിജയിച്ചെങ്കിലും തന്റെ പഴയ ജനപ്രിയ നായക പദവിയിലേക്ക് എത്തപ്പെടുന്ന ഹിറ്റുകൾ ദിലീപിനുണ്ടായില്ല. അവസാനം ഇറങ്ങിയ ഭാഭ എന്ന സിനിമയ്ക്കും നിരൂപകരിൽ നിന്ന് മോശം അഭിപ്രായമുണ്ടായി. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ഇപ്പോൾ പുതിയ കൂടുതൽ ചിത്രങ്ങൾ ചെയ്ത് തിരിച്ചുവരവിനൊരുങ്ങുകയാണ് ദിലീപ്. അർജുന അശോകന്റെ സുമതി വളവ് നെഗറ്റീവ് റിവ്യൂകൾക്കിടയിലും ചിത്രം 25 ഗ്രോസ് കളക്ഷൻ നേടി വിജയചിത്രമായി. സന്ദീപ് പ്രദീപ്, ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ പടക്കളം 22 കോടിയും ഷറഫുദ്ദീൻ നായകനായ പെറ്റ് ഡിറ്റക്റ്റീവ് 20 കോടിയും നേടി. നെഗറ്റീവ് റിവ്യൂസിനിടയിലും മാത്യുവിന്റെ ബ്രോമൻസ് 13 കേട് നേടി. കൊച്ചു ചിത്രങ്ങൾക്കും മലയാളത്തിൽ സ്പേസ് ഉണ്ടായിരുന്നു. കൂടാതെ ശരൺ വേണുഗോപാൽ ഒരുക്കിയ നാരായണിന്റെ മൂന്നാൺമക്കൾ, ആസിഫ് അലിയെ നായകനാക്കി താമരൊരുക്കിയ സർക്കിട്ട്, ദേവദത്ത് ഷാജിയുടെ ധീരൻ, മൂൺവാക്ക് എന്നീ ചിത്രങ്ങളും നിരൂപക പ്രശംസകൾ നേടി. നെല്ലിക്കാമ്പൂയിൽ നൈറ്റ് റൈഡേഴ്സ്, അഭിഹിതം, ഫെമിനിച്ചി ഫാത്തിമ എന്നിവ നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റിയെങ്കിലും തിയേറ്ററിൽ വിജയിച്ചില്ല. ഒരുപാട് യുവതാരങ്ങൾ പ്രതീക്ഷ നൽകുന്നുണ്ട്. എക്കോയുടെ എഴുത്തുകാരനും ക്യാമറമാനുമായ ബാഹുൽ രമേശ്, സംവിധായകൻ ദിൻജിത്ത് അയ്യത്താൻ, DSLA സംവിധായകൻ രാഹുൽ സദാശിവ്, എക്കോയിലും പടക്കളത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച സന്ദീപ്, ലോകയും ആലപ്പുഴ ജിംഖാനയും, നസ്ലൻ, നടി കല്യാണി പ്രദർശൻ എന്നിവരൊക്കെ ഭാവിയുടെ പ്രതീക്ഷകൾ തന്നെ. 64 വയസ്സുള്ള മോഹൻലാലും 74 വയസ്സുകാരൻ മമ്മൂട്ടിയും തന്നെയാണ് ഇപ്പോഴും മലയാള ബോക്സ് ഓഫീസിലെ താരങ്ങൾ. ആരൊക്കെ വന്ന് ആരൊക്കെ പോയി 4 പതിറ്റാണ്ടായി അവർ ഉറച്ചു നിൽക്കുന്നു. ഇതുമൊരു ലോക മഹാത്ഭുതം തന്നെയാണ്.